بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വരെ പറഞ്ഞത്. അടുത്ത അധ്യായം അൽ ബിശാറത്തു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സന്തോഷ വാർത്തകൾ. ബശറ നബിയ്യൂന അലൈഹിം വസ്സലാത്തു വസ്സലാം ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്വാമഹും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അമ്പിയാക്കൾ അവരുടെ സമുദായങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഖാല അല്ലാഹു തആല വഅമറു ബിത്തിബാഇ, അതുപോലെ തന്നെ അവർ ആ നബി വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യണം എന്ന് ഓരോ നബിമാരും തങ്ങളുടെ സമൂഹങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ അഖദല്ലാഹു മീഥാഖൻ നബിയ്യീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരോട് കരാറെടുത്തപ്പോൾ, എന്താണ് കരാർ? ലമാ ആതൈതുകും മിൻ കിതാബിൻ വ ഹിക്മത്തിൻ, നിങ്ങൾക്ക് നാം എന്ത് ചെയ്തിട്ടുണ്ട്? കിതാബും ഹിക്മത്തുമൊക്കെ തന്ന്. എന്നിട്ട് സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും, നിങ്ങൾ ഉള്ളതായിട്ടുള്ള ഈ കാര്യത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ഒരു റസൂൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലതുഅ്മിനുന്ന ബിഹി വലതൻസുറന്നഹു, നിങ്ങളെന്ത് ചെയ്യും? പിന്നെ അദ്ദേഹത്തിൽ വിശ്വസിക്കണം. അതുപോലെ തന്നെ വലതൻസുറന്ന, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയും വേണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, ഖാല അഖറർതും വഅഖദ്തും അലാ ദാലികും ഇസ്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞത് സമ്മതിക്കുകയും എന്നോട് ഈ പറഞ്ഞ കാര്യത്തിൽ ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളോട് ചോദിച്ചു. അതായത് എല്ലാ അമ്പിയാക്കളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ അവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കണം എന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കരാറെടുത്തിട്ടുണ്ട്. ഖാലു അഖറർന, അമ്പിയാക്കൾ പറഞ്ഞു, ഞങ്ങളിതാ സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഖാല ഫശ്ഹദു അന മഅകും മിനശ് ഷാഹിദീൻ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞതിന് സാക്ഷിയായിക്കോ, ഞാനും നിങ്ങളുടെ കൂടെ സാക്ഷിയാണ്. طيب وقد قال إبراهيم عليه الصلاة والسلام فيما دعا به لأهل مكة, ഇബ്രാഹിം അലൈഹിസ്സലാം മക്കക്കാർക്ക് വേണ്ടി ദുആ ചെയ്ത ദുആ ഉണ്ട്. അതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, ഇവരിൽ നിന്ന് തന്നെയുള്ള അല്ലെങ്കിൽ അവരിൽ നിന്ന് തന്നെയുള്ളൊരു റസൂലിനെ അള്ളാഹുവെ അവരിലേക്ക് അയക്കണം. യത്ലു അലൈഹിം ആയാതിക, നിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്ത് കൊടുക്കുന്ന, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം, അവർക്ക് കിതാബും ഹിക്മത്തും അവരെ പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു നബി അള്ളാഹുവെ റസൂലിനെ അവരിലേക്ക് നീ അവരിൽ നിന്ന് തന്നെ അയക്കണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. വഖാല ഈസ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്? വഇദ് ഖാല ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം പറഞ്ഞ സന്ദർഭം, യാ ബനി ഇസ്രായീൽ, അല്ലയോ ഇസ്രായേൽ സന്തതികളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള റസൂലാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, എൻ്റെ മുമ്പുള്ള തൗറാത്ത് അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, അതുപോലെ ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്ത്? അഹ്മദ് എന്ന് പറയുന്ന ഒരു നബി ഇനി വരാനുണ്ട് എന്ന സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫലമ്മ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലു ഹാദാ സിഹ്റുൻ മുബീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം വിശദീകരിക്കുന്ന തെളിവുകളുമായി വന്നപ്പോഴോ അവർ പറഞ്ഞു, ഹാദാ സിഹ്റുൻ മുബീൻ, ഇത് തനിച്ച സിഹ്റാണ് എന്നവർ പറഞ്ഞു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പല ഗ്രന്ഥങ്ങൾ, അതായത് തൗറാത്തിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പേര് വരെ പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന് ജൂതന്മാർ, ഇന്നത്തെ കാലത്ത് ജൂതന്മാർ വരെ പലരും സമ്മതിക്കുന്നത് കാണുവാൻ സാധിക്കും. അതിൽ ഒരു സ്ഥലത്ത് മുഹമ്മദിം എന്ന് എഴുതിയത് കാണാൻ സാധിക്കും. അവർ എന്ന് പറയുന്നത് ബഹുമാന സൂചകമായിട്ടുള്ള ബഹുവചനമാണ്. ഇപ്പോൾ ഇലോഹ് എന്നാണ് അവരുടെ ഭാഷയിൽ അള്ളാഹുവിനെ പറയും, ഇലോഹ്. തമാം. അതിൻ്റെ കൂടെ ബഹുമാന സൂചകം ഇലോഹിം. അവർ അള്ളാഹുവിനെ വിളിക്കുന്ന എന്താണ്? ഇലോഹിം എന്നാണ്. അതുപോലെ മുഹമ്മദ് എന്നതിന് ബഹുമാന സൂചകമായി മുഹമ്മദിം എന്നത് രേഖപ്പെടുത്തിയതായിട്ട് ജൂതന്മാർ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇന്നും. അതുപോലെ തന്നെ ബർണബാസ് എന്ന് പറയുന്ന ഒരു ബൈബിളിൻ്റെ എന്തോ ഒരു കോപ്പിയോ മറ്റോ എവിടെ നിന്നോ കിട്ടിയതായിട്ട് അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിവരങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചും എന്താണ് പുറത്ത് വാർത്തകൾ വന്നതാണ്. പക്ഷെ അത് എന്ത് ചെയ്തില്ല, ചർച്ച് അംഗീകരിച്ചില്ല. അങ്ങനെ അംഗീകരിക്കും? طيب عن أبي أمامة رضي الله عنه قال قلت يا رسول الله ما كان بدء أمرك. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലേ, താങ്കളുടെ തുടക്കം എങ്ങനെയാണ്, താങ്കളുടെ കാര്യത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്? ഖാല ദഅവതു അബി ഇബ്രാഹിം. ഞാൻ എൻ്റെ തുടക്കം എന്താണെന്ന് വെച്ചാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ്. വബുഷ്റ ഈസ അലൈഹിസ്സലാം പറഞ്ഞ സന്തോഷ വാർത്തയാണ്. നേരത്തെ പറഞ്ഞു മുബശ്ശിറൻ ബിറസൂൽ. വറഅത് ഉമ്മി അന്നഹു യഖ്റുജു മിൻഹാ നൂറുൻ അദാഅത് ലഹു ഖുസൂർ ശാം. എൻ്റെ ഉമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ടുണ്ട്, അവളിൽ നിന്നും ഒരു പ്രകാശം ഉയരുന്നു, ആ പ്രകാശം മൂലം ഷാമിലെ കൊട്ടാരങ്ങൾ മുഴുവൻ തെളിയുന്നതായി, പ്രകാശിക്കുന്നതായി എൻ്റെ ഉമ്മ സ്വപ്നം കണ്ടിട്ടുണ്ട്. വമഅനാ ഹാദാ, ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അന്നഹു അറാദ ബദ്അ അംരിഹി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യപ്പെടുന്ന സമയത്തിനെ കുറിച്ചാണ്. ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ കാര്യം പ്രശസ്തമാകുന്നത് അതിനെക്കുറിച്ചാണ്. ഫദക്കറ ദഅവത ഇബ്രാഹിം അല്ലദീ തൻസബു ഇലൈഹി അൽ അറബു, അറബികൾ നസബ് ചേർക്കുന്നവരായ, കുടുംബബന്ധം ചേർക്കുന്നവരായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ സുമ്മ ബുഷ്റ ഈസ അല്ലദീ ഹുവ ഖാതമു അംബിയാഇ ബനി ഇസ്രായീൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് പറഞ്ഞത്? ഇബ്രാഹിം നബിനെ പറഞ്ഞു. പിന്നെ പറഞ്ഞത് ആരെയാണ്? ബനു ഇസ്രായേലിലെ ഏറ്റവും അവസാനത്തെ നബിയായ ഈസ അലൈഹിസ്സലാമിനെയും പറഞ്ഞു. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഫഉലിമ മിൻ ഹാദാ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അന്ന മൻ ബൈനഹുമാ മിനൽ അംബിയാഇ ബശറു ബിഹി അയ്ദൻ, അതിൻ്റെ ഇടയിലുള്ള അമ്പിയാക്കളും അദ്ദേഹത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് എന്നത്. അമ്മ ഫിൽ മലഇൽ അഅല, എന്നാൽ ആകാശലോകത്ത് ഫഅംറുഹു മശ്ഹൂറുൻ മദ്കൂറുൻ മിൻ ഖബ്ലി ഖൽഖി ആദം, ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം എന്താണ്? പ്രശസ്തമാണ് ആകാശലോകത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. കമാ ഫി ഹദീസിൽ ഇർബാദ് ഇബ്നു സാരിയ, ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഹദീസിലുള്ളതുപോലെ ഖാല, അദ്ദേഹം പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അവസാനം നമുക്ക് എന്താണ്, കുറച്ചൊരു രസം തരുന്ന ഒരു സംഭവം കൂടെയുണ്ട്, അത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതുകൊണ്ട് കുറച്ച് വായിക്കാനാണ്. സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. يقول إني عند الله في أم الكتاب لخاتم النبيين. ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉമ്മുൽ കിതാബിൽ ലൗഹുൽ മഹ്ഫൂദിൽ എന്തുകൊണ്ട് ഖാതമുൻ നബിയീനായി രേഖപ്പെട്ടിരിക്കുന്നു. ഞാൻ ഖാതമുൻ നബിയീനാണ്. അന്ന് എൻ്റെ പേരെന്ന് അങ്ങനെ. വഇന്ന ആദമ ലമുൻജദിലുൻ ഫീ തീനതിഹി, ആദം അലൈഹിസ്സലാം അന്ന് മണ്ണാണ്. ആദം അലൈഹിസ്സലാം അന്ന് മണ്ണാണ്. അന്ന് ആദം അലൈഹിസ്സലാം ഉണ്ടായിട്ടില്ല. അതിനു മുമ്പേ എൻ്റെ കാര്യം ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. വസഉംബിഉകും ബിതഅവീലി ദാലിക, അതിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
ദഅവതു അബി ഇബ്രാഹിം, എൻ്റെ ഇബ്രാഹിം അലൈഹിസ്സലാം, എൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ ദുആ ആണ് ഞാൻ. വബിശാറത്തു ഈസാ ഖൗമ, ഈസാ അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തിന് നൽകിയ സന്തോഷ വാർത്തയാണ് ഞാൻ. വറുയ ഉമ്മി അല്ലത്തി റഅത് അന്നഹു ഖറജ മിൻഹാ നൂറുൻ അദാഅത് ലഹു ഖുസൂർ അശ്ശാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഉമ്മ കണ്ട സ്വപ്നമാണ് ഞാൻ. എന്താണത്? പ്രകാശമുയർന്ന്, അവരിൽ നിന്നും പ്രകാശമുയർന്ന് ഷാമിലെ ഗോപുരങ്ങൾ, കൊട്ടാരങ്ങൾ അതിനാൽ പ്രകാശിക്കുന്നത്. വകദാലിക തറാ ഉമ്മഹാത്തുൻ നബിയ്യീന സ്വലവാത്തുല്ലാഹി അലൈഹിം, അതേപോലെയാണ് നബിമാരുടെ ഉമ്മമാർ സ്വപ്നം കാണുക. അമ്പിയാക്കന്മാരുടെ ഉമ്മമാരെന്ത് ചെയ്യും? ഇങ്ങനെ സ്വപ്നം കാണും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ولذلك وردت صفة النبي صلى الله عليه وسلم في التوراة والإنجيل, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിശേഷണം അതിനാൽ തന്നെ തൗറാത്തിലും ഇഞ്ചീലിലും വന്നിട്ടുണ്ട്. അന്വേഷിക്കുന്നവർക്കത് ഇന്നും എന്ത് ചെയ്യാൻ പറ്റും? നേരെയല്ലെങ്കിലും എന്താണ്, നേരെയുള്ള ചിലപ്പോൾ ഒരു വായിച്ചു കളഞ്ഞിട്ടുണ്ടാവും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ് ഈ ഉദ്ദേശിച്ചത് എന്നത് ഉറപ്പായ രീതിയിൽ. മക്കയുടെ വേറെ പേരെന്താണ്? മക്കയുടെ ഒരു പേര് ബക്ക, അറിയില്ലേ? ബിബക്കത മുബാറക്കൻ, ബക്ക. ബക്ക എന്ന പേര് ബൈബിളിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് ബക്ക എന്ന പേര് ബൈബിളിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അറബിയിൽ എന്താണ്? അറബിയിൽ അത് അർത്ഥം മാറ്റി. ബക്ക എന്ന പേര് കൊടുത്തില്ല, മറിച്ച് വേറൊരു രൂപത്തിൽ എഴുതി വെച്ചു. ഇംഗ്ലീഷ് ബുക്കിൽ ബക്ക എന്ന് തന്നെ, ബക്ക എന്ന താഴ്വര. മനസ്സിലാവുന്നുണ്ട്? ഇതൊക്കെ ഇന്നും എന്തുണ്ട്? അതിൻ്റെ അടയാളങ്ങൾ എന്നും ബാക്കിയാണ്. തയ്യിബ്, അവിടേക്ക് ഞാൻ കിടന്ന് സമയം കളയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിലും ഇഞ്ചീലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫഅഹ്ബാറുൽ യഹൂദ് വറുഹ്ബാനുൻ നസാറ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, ജൂതന്മാരുടെ പണ്ഡിതന്മാർ, നസ്രാനികളിലെ പുരോഹിതന്മാർ, അവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം മോനെ അറിയുന്നത് പോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാലല്ലാഹു തആല മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിൻ്റെ റസൂലാകുന്നു. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ കുഫാറുകളോട് കഠിനന്മാരാണ്. റുഹമാഉ ബൈനഹും, അവർ അന്യോന്യം റഹ്മത്ത് കാണിക്കുന്നവരാണ്, അന്യോന്യം കാരുണ്യവാന്മാരാണ്. തറാഹും റുക്അൻ സുജ്ജദൻ, അവരെ നിനക്ക് റുക്ഉ ചെയ്യുന്നവരായിട്ടും സുജൂദ് ചെയ്യുന്നവരായിട്ടും കാണാം. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, അല്ലാഹുവിൽ നിന്നുള്ള ഫദ്ൽ, ഔദാര്യവും അവൻ്റെ തൃപ്തിയും അവർ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ദാലിക സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അവരുടെ നെറ്റികളിൽ നിന്നുണ്ട്, അവരുടെ മുഖങ്ങളിൽ നിന്നുണ്ട് സുജൂദിൻ്റെ അടയാളങ്ങളുണ്ട്. ദാലിക മദലുഹും ഫി തൗറാത്ത്, ഇതാണ് തൗറാത്തിൽ കൊടുത്തിട്ടുള്ള അവരുടെ ഉപമ. തമാം, തൗറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഉപമ മുസ്ലിമീങ്ങളെക്കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വമസലുഹും ഫിൽ ഇൻജീൽ, ഇനി ഇൻജീലിൽ എന്താണ് ഉപമ? കസറഇൻ, ഒരു ചെടി പോലെയാണ്, ഒരു വിള പോലെയാണ്. അഖ്റജ ശതാഹു, അതിൻ്റെ കൂമ്പത് പുറപ്പെടുവിപ്പിച്ചു. ഫആസറഹു, പിന്നെ അതിനെ എന്ത് ചെയ്തു? പുഷ്ടിപ്പെടുത്തി. ഫസ്തഗ്ലബ, അങ്ങനെ അത് കരുത്താർജിച്ചു. ഫസ്തവ അല സൂഖി, അതിൻ്റെ കാണ്ഡത്തിൽ അത് നേരെ നിന്നു. എന്തിനാണ്? യുഅ്ജിബു സുറാ, കർഷകരെ അത് അത്ഭുതപ്പെടുത്തി, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്തി, സന്തോഷിപ്പിച്ചു. അതായത് കൂമ്പ് വന്നു, ശക്തിയായി നേരെ നിന്നു. ലിയഗീദ ബിഹിമുൽ കുഫാർ, കുഫാറുകൾക്ക് അത് കണ്ട് ദേഷ്യം പിടിക്കുവാൻ വേണ്ടി. മുഅ്മിനീങ്ങൾ നേരെ നിന്നാൽ കുഫാറുകൾക്ക് എന്താണ്? സഹിക്കാൻ പറ്റുകയില്ല. തയ്യിബ്, വഖാല തആല, അതായത് ഇത് ഇൻജീലിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും മുഅ്മിനീങ്ങളെ കുറിച്ചുമുള്ള അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന യത്തബിഊന അർ-റസൂലൻ നബിയ്യൽ ഉമ്മി, നബിയായ റസൂലായ നിരക്ഷരനായ റസൂൽ, നിരക്ഷരനായ നബിയെ പിൻപറ്റുന്നവർ. അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്ത് വൽ ഇൻജീൽ,
തൗറാത്തിലും ഇഞ്ചീലിലും അവർക്ക് എഴുതി രേഖപ്പെടുത്തി കാണാവുന്ന ആ നബി, നിരക്ഷരനായ നബി. വായിക്കാൻ പറയുമ്പോൾ വായിക്കാൻ അറിയില്ല എന്ന് പറയുന്ന എന്ന രൂപത്തിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആ രൂപത്തിൽ ഇന്നും ബാക്കിയായ നിലക്ക് എന്തുണ്ട്, പല അടയാളങ്ങളും ഇന്നും ബാക്കിയാണ് അവരിൽ. തയ്യിബ്, എന്തായാലും അവരുടെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ട ആ നബി യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, അവർക്ക് നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, നല്ല സംശുദ്ധമായ അവർക്ക് ഹലാലാക്കി നൽകും. വയുഹർറിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛങ്ങളായ സാധനങ്ങളെ ഹറാമാക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയിച്ചു തന്നു. طيب عن عطاء بن يسار قال لقيت عبد الله بن عمرو بن العاص رضي الله عنه. عبد الله بن عمرو بن العاص رضي الله عنه, ഞാൻ ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി എന്ന് അതാ ഇബ്നു യസാർ പറയുകയാണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, അഖ്ബിർനി അൻ സിഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തൗറാത്ത്, തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു തരൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അജൽ, അതെ, വല്ലാഹി ഇന്നഹു ലമൗസൂഫുൻ ഫി തൗറാത്ത്, അല്ലാഹു ആണ് അദ്ദേഹം തൗറാത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണത്? ബിസിഫത്തിഹി ഫിൽ ഖുർആൻ, ഖുർആനിലുള്ള അതേ സിഫത്ത് കൊണ്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ അയ്യുഹൻ നബി, അല്ലയോ നബിയെ, എന്താണ് അദ്ദേഹത്തിന് തൗറാത്തിൽ എന്താണുള്ളത്? അല്ലയോ നബിയെ, ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, താങ്കൾ നാം പറഞ്ഞയക്കുന്നത് സാക്ഷിയായിക്കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും താക്കീത് നൽകുന്നവനായിക്കൊണ്ടുമാണ്. വഹിർസൻ ലിൽ ഉമ്മിയീൻ, നിരക്ഷരർക്ക് സംരക്ഷകനായിട്ടാണ്. വഅൻത അബ്ദി വറസൂലി, നീ എൻ്റെ അടിമയും റസൂലുമാകുന്നു. സമ്മൈതുകൽ മുതവക്കിൽ, മുതവക്കിൽ എന്നാണ് ഞാൻ നിനക്ക് പേര് നൽകുന്നത്. ലൈസ ബിഫദ്ദിൻ വലാ ഗലീദ്, പരുഷനോ പരുക്ക സ്വഭാവിയോ അല്ല. വലാ സഖാബിൻ ഫിൽ അസ്വാഖ്, ചന്തയിൽ ഉറക്കെ ഒച്ചയും മൂളി എടുത്ത് നടക്കുന്ന ആളുമല്ല. വലാ യദ്ഫഉ ബിസ്സയ്യിഅതി സയ്യിഅ, തിന്മയെ തിന്മ കൊണ്ട് എതിർക്കുകയില്ല. വലാകിൻ യഅഫു വയസ്ഫഹ്, മറിച്ച് വിട്ടുവീഴ്ച ചെയ്യുകയും അതുപോലെ തന്നെ മാപ്പ് കൊടുക്കുകയും ചെയ്യും. വലൻ യഖ്ബിദഹു അല്ലാഹു ഹത്താ യുഖീമ ബിഹിൽ മില്ലത്തൽ ഔജ, വളഞ്ഞിട്ടുള്ളതായ മില്ലത്തിനെ, മതത്തെ നേരെയാക്കാതെ അദ്ദേഹം മരണപ്പെടുകയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിനെ നേരെയാക്കാതെ അദ്ദേഹം മരണപ്പെടുകയില്ല. ബി അൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതെങ്ങനെയാണ് നേരെയാവുക? അവരെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ. വയഫ്തഹു ബിഹി അഅ്യുനൻ ഉംയ, അന്ധരായി പോയ കണ്ണുകളെ അദ്ദേഹത്തെ കൊണ്ട് എന്ത് ചെയ്യും? അള്ളാഹു തുറപ്പിക്കും. വആദാനൻ സുമ്മ, ബദിരായ കേൾവികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറക്കും. വഖുലൂബൻ ഗുൽഫ, അടഞ്ഞുപോയ ഹൃദയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറക്കും. വഅൻ സലമത്ത് ഇബ്നു സലാമ, ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇത് വായിച്ചിട്ട് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. വഅൻ സലമത്ത് ഇബ്നു സലാമ ഇബ്നു വഖ്ഷിൻ റളിയല്ലാഹു അൻഹു, സലമത്ത് ഇബ്നു സലാമ ഇബ്നു വഖ്ഷിൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, വകാന മിൻ അസ്ഹാബി ബദർ, അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ആളായിരുന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, കാന ലനാ ജാറുൻ മിൻ യഹൂദ് മിൻ ബനി അബ്ദുൽ അശ്ഹൽ, ബനു അബ്ദുൽ അശ്ഹൽ എന്ന് പറയുന്ന ഗോത്രത്തിലെ ഒരു ജൂതൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ അയൽവക്കക്കാരനായിരുന്നു. ബനു അശ്ഹലിലെ ഒരു ജൂതൻ ഞങ്ങളുടെ അയൽവക്കക്കാരനായിരുന്നു. ഖാല ഫഖറജ അലൈനാ യൗമൻ, ഹൃദയം പറയാണ്, ഒരു ദിവസം ഞങ്ങളുടെ അടുത്തേക്ക് ഇയാൾ വന്നപ്പോഴോ ഖബ്ല മബ്അസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി യസീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അയക്കപ്പെട്ടിട്ടില്ല, നബി ആയിട്ടില്ല, അതിനു മുമ്പാണ്. ഫവഖഫ അലാ മജ്ലിസി അബ്ദുൽ അശ്ഹൽ, എന്നിട്ട് അബ്ദുൽ അശ്ഹലിൻ്റെ ആ ഒരു മജ്ലിസിൻ്റെ അവിടെ വന്നിട്ട് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഖാല സലമ, അപ്പോൾ സലമ പറയാണ്, അതായത് ഈ ഹദീത്ത് പറയുന്ന ആൾ പറയാണ്, ഒരു സ്വഹാബി പറയാണ്, വഅന യൗമഇദിൻ അഹ്ദതു മൻ ഫീഹി സിന്നൻ, ഞാനാണെന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ. ഞാനന്ന് എന്താണ്, ഈ കൂടിയിരിക്കുന്നവരുടെ ഏറ്റവും പ്രായം കുറവ് ഞാനാണ്. അലയ്യ ബുർദത്തുൻ മുൽതജിഅൻ ഫിഹാ ബിഫിനാഇ അഹ്ലി, എൻ്റെ വീടിൻ്റെ വരാന്തയിൽ ഞാനിങ്ങനെ ഒരു പുതപ്പും പൊതിച്ചിങ്ങനെ കിടക്കുകയാണ്.
فذكر البعث والقيامة والحساب والميزان والجنة والنار. ഈ ജൂതം വന്നിട്ട് എന്താണ് ഈ മനുഷ്യന്മാരോട് പറയുന്നത്? അവർ ജൂതന്മാരല്ല, മറിച്ച് അവരാരാണ്? മുശ്രിക്കുകളായിട്ടുള്ള ആളുകളായിരുന്നു. അവരോട് വന്നിട്ട് പറയാണ്, അറബികളായ ആളുകൾ എന്താ പറഞ്ഞത്? ബഅസ, ഉയർത്തെഴുന്നേൽക്കും, മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കും. അതുപോലെ തന്നെ യൗമുൽ ഖിയാമത്ത്, അന്ത്യനാൾ സംഭവിക്കും. അതുപോലെ തന്നെ വിചാരണയുണ്ടാകും. അതുപോലെ തന്നെ മീസാൻ ഉണ്ടാകും, നന്മതിന്മ തൂക്കുന്ന മീസാൻ ഉണ്ടാകും. സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. അതായത് അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഫഖാല ദാലിക ലിഖൗമിൻ അഹ്ലി ശിർക്കിൻ അസ്ഹാബി ഔഥാൻ. ഇത് ആരോട് ഈ പറയുന്നത്? വിഗ്രഹങ്ങൾ ആരാധിച്ച് ശിർക്ക് ചെയ്ത് നടക്കുന്ന ആൾക്കാരോടാണ് ഈ വിഷയം പറയുന്നത്. ലാ യറൗന അന്ന ബഅസൻ കായിനും ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷം ഒരു ജീവിതത്തിനെ കുറിച്ച് ഒരു നിലക്കും വിശ്വസിക്കാത്ത ആളുകളാണ്. അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഫഖാലു ലഹു, അപ്പോൾ അവർ പറഞ്ഞു, വൈഹക യാ ഫുലാൻ, നിനക്ക് നാശി, എന്താണ് മനുഷ്യ, എന്താണ് എൻ്റെ അവസ്ഥ? തറ ഹാദ കായിനൻ, ഇത് നടക്കുന്നതാണ് ഈ വിചാരിക്കുന്നത്. ഇയാളോട് ചോദിക്കുകയാണ്, ഇത് നടക്കുന്നതെന്ന് വിചാരിക്കുന്നത്? അന്നന്നാസ യുബഅഥൂന ബഅദ മൗതിഹിം ഇലാ ദാരിൻ ഫീഹാ ജന്നത്തുൻ വനാർ. മരണശേഷം സ്വർഗവും നരകമൊക്കെ ഉള്ളൊരു നാട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് മനുഷ്യന്മാരൊക്കെ ഉരുത്തെഴുന്നേൽക്കുന്നു നീ വിശ്വസിക്കുന്നത്? ജൂതനോട് ചോദിക്കുകയാണ്. വയുജ്സൗന ഫീഹാ ബിഅഅമാലിഹിം, അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുന്നു വിശ്വസിക്കുന്നത്? എന്താണ് ചങ്ങായി? ഖാല നഅം, അതെ, അതെന്നാണ് ഞാൻ പറയുന്നത്, അങ്ങനെ തന്നെ. എന്നിട്ടോ ആള് പറയാണ്, വല്ലദീ യുഹ്ലഫു ബിഹി, സത്യം ചെയ്യപ്പെടുത്തുന്നത് എന്തെന്ന് പറഞ്ഞാൽ, അതായത് സത്യം ചെയ്ത് പറയാണ്. എന്താണ് സത്യം ചെയ്യുന്നത്? വലവദ്ദ അന്ന ലഹു ബിഹദ്ദിഹി മിൻ തിൽക്കന്നാരി അഅദമതൻ നൂർ ഫി ദുനിയ യഹ്മൂനഹു ثم يدخلونه إياها فيطبق به عليه وأن ينجو من تلك النار غدا. അറിയാണ്, അവൻ നമ്മളുടെ ഈ ലോകത്ത് ഒരു വലിയ അഗ്നികുണ്ഡം ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ ഓവൻ ഉണ്ടാക്കിയിട്ട്, അന്നത്തെ ഓവൻ എന്ന് പറഞ്ഞാൽ തീ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ അവനെ കയറ്റി അങ്ങനെ അവൻ അടച്ച് അതിൻ്റെ ഉള്ളിലിട്ട് വേവിക്കലാണ് ആ നരകത്തിൽ പോണതിനേക്കാളും നല്ലത് എന്ന് അവൻ കൊതിച്ചു പോകും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ഇവിടേക്ക് ഒരു തീൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് വേവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവൻ കൊതിച്ചു പോകും. അങ്ങനത്തെ നരകം വരാനുണ്ട്. ഖാലൂ ലഹു, അപ്പോൾ ഒരു പിന്നെ വൈഹക്, എന്താണ് നിന്റെ അവസ്ഥ, എന്ന് എനിക്ക് നാശം. വമാ ആയതു ദാലിക്, എന്താ തെളിവ്, നീ പറയുന്നതിന് എന്താണ് തെളിവ്? ഖാൽ, അപ്പോൾ ഈ ജൂതൻ പറയാണ്, യുബ്അഥു നബിയ്യുൻ യുബ്അഥു മിൻ നഹ്വി ഹാദൽ ബിലാദ് വഅശാറ ബിയദിഹി നഹ്വ മക്കത വൽ യമൻ. പറയാണ്, ഒരു നബി വരാനുണ്ട് ഈ ഭാഗത്തുനിന്ന്, മക്കൻ്റെ യമൻ്റെ നേരെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ ഭാഗത്തുനിന്ന് ഒരു നബി വരാനുണ്ട്. ആ നബി വരലാണ് അതിൻ്റെ തെളിവ്. സംശയമുണ്ടോ? നബി വരും, നോക്കിക്കോ. ഖാലു വമത തറാഹു, അവർ ചോദിച്ചു, എപ്പോഴത് നടക്കുക, എപ്പോഴാണ് നിനക്കതിനെ കാണാൻ പറ്റുക, നബീനെ കാണാൻ പറ്റുക? ഖാൽ ഫനദറ ഇലൈ, അപ്പോൾ എൻ്റെ നേരെ നോക്കി, ഞാനുള്ള ചെറിയ കുട്ടി, എൻ്റെ നേരെ നോക്കി. വാന മിൻ അഹദദിഹിം സിന്ന, ഞാനാണ് ഏറ്റവും പ്രായം കുറവ്. ഫഖാൽ ഇൻ യസ്തൻഫിദ് ഹാദൽ ഗുലാമു ഉംറഹു യുദ്രികുഹു, ഇവനിക്ക് ഇവൻ്റെ പ്രായം തികയാനുള്ള സമയം ഇവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൻ ആ നബിനെ കാണും. വലിയ സമയമൊന്നും നിൽക്കണ്ട. ഇതെങ്ങനെ ഇവർ പറഞ്ഞെന്നറിയോ? വേമ വിചാരിക്കണ്ടോ ഇവർക്ക് എങ്ങനെ ഈ സമയം മനസ്സിലായത്? അതും അവരുടെ കിതാബിൽ ഇപ്പോഴും ഉണ്ട്. അതും അവരുടെ കിതാബിൽ ഇപ്പോഴും ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലശേഷം, മൂസ അലൈഹി സ്വലാമിൻ്റെ കാലശേഷം ഇത്ര വർഷം കഴിഞ്ഞാൽ, ഇന്ന സംഭവം കഴിഞ്ഞതിന് ശേഷം ഇത്ര വർഷം കഴിഞ്ഞാൽ നബി വരും എന്നത് ഇപ്പോഴും അവരുടെ തൗറാത്തിലും ഇഞ്ചീലിലൊക്കെ ഇപ്പോഴും ഉണ്ട്. വെറുതെ പറഞ്ഞതല്ല അവർ. മനസ്സിലാവുന്നുണ്ടോ? ഈ കുട്ടി ഇവൻ്റെ ജീവിതം തീർക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവൻ ആ നബിനെ കാണും. ഖാല സലമ, അപ്പോൾ സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫവല്ലാഹി മാ ദഹബൽ ലൈലു വന്നഹാർ, അള്ളാഹുവാണ് സത്യം, അധികം രാവും പകലൊന്നും കഴിഞ്ഞില്ല. ഹത്താ ബഅസ അല്ലാഹു റസൂലഹു, അള്ളാഹു അവൻ്റെ റസൂലിനെ പറഞ്ഞയച്ചു അല്ലെങ്കിൽ നിയോഗിച്ചു.
വഹുവ ഹയ്യുൻ ബൈന അദ്ഹുരിനാ, ഞങ്ങൾക്കിടയിൽ അതാ അദ്ദേഹം ജീവിക്കുന്നു. ഫആമന്നാ ബിഹി, ഞങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചു. വകഫറ ബിഹി ബഗ്യൻ വഹസദാ, അവനോ അവൻ അസൂയ കാരണത്താലും അക്രമ കാരണത്താലും വിശ്വസിച്ചില്ല, നിഷേധിച്ചു. ഫഖുൽന, അവ ഞങ്ങൾ ചോദിച്ചു, വൈലക്കിയ ഫുലാൻ, നിനക്ക് നാശം മനുഷ്യ, അലസ്ത ബില്ലദീ ഖുൽത ലനാ ഫീഹി മാ ഖുൽത്, നീയല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്നത്, നീയല്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഒരു നബി വരാണ്ട് മക്ക ഭാഗത്തു നിന്നാണ്, ഈ കാലമാണ്, ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാരാ, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാരാണ്, നീയാണ്. ആ സമയത്താണെങ്കിൽ മക്കയെന്ന് വേറെ നബി വന്നിട്ടുമില്ല, പിന്നെ ആരാണിത്? അപ്പം ഇത് തന്നെ. അവളോ കാലബല, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ശരിയാണ്. വലൈസ ബിഹി, ഇതവനല്ല, ഇത് മുഹമ്മദല്ല. മനസ്സിലായില്ലേ? അപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇതെന്താണ്, ജൂതന്മാർക്ക് നല്ല പോലെ അറിയാവുന്ന കാര്യമായിരുന്നു. ഇലാഹുന വല്ലാഹു തആല അലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.